കുളിച്ചാൽ മുടി കൊഴിയും. അങ്ങനെ ഒരു സംശയം നിങ്ങൾക്കുണ്ടോ? എത്ര ആന്റി ഹെയർ ഫോൾ ഷാമ്പു യൂസ് ചെയ്തിട്ട് മുടി കൊഴിച്ചിൽ അങ്ങോട്ട് ക്ലിയർ ആയിട്ട് മാറുന്നില്ല. ഇപ്പോഴും നമ്മുടെ കാലാവസ്ഥ അനുസരിച്ചിട്ട് മുടി കൊഴിയോ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി കാരണം നമ്മളെ മുടി വല്ലാണ്ട് ഒട്ടി നിൽക്കുന്ന ഒരു ഫീല്. ഇത് മാത്രമല്ലാണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന സംശയം, ഡെയിലി കുളിച്ചിട്ടുണ്ടെങ്കിൽ മുടി കൊഴിയും, ഡെയിലി കുളിക്കണ ദിവസം മുടി വല്ലാണ്ട് കൊഴിയുന്ന രീതിക്ക് ഫീൽ. ഇങ്ങനത്തെ ഒരുപാട് സംശയങ്ങൾ, ഇങ്ങനത്തെ ഒരുപാട് കൺഫ്യൂഷൻസ് നിങ്ങൾക്കുണ്ട്. ഒരുപാട് പേര് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമുക്ക് ഇതിനുള്ള ആൻസർ ഈ വീഡിയോയിൽ നോക്കാം. ഹായ്, ഇറ്റ്സ് മീ അപർണ. വെൽക്കം ബാക്ക് ടു ആപ്സ് ക്ലബ്. മുടി കഴുകണോ അല്ലെങ്കിൽ ഡെയിലി കുളിക്കണോ എന്നത് നിങ്ങളുടെ സ്കാൽപ്പിനേക്കാൾ ഉപരി നിങ്ങളുടെ ജീവിത ശൈലി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ടാണ് ഉള്ളത്. അതായത് ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നല്ല വിയർക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ നല്ല വെയിലത്ത് പണിയൊക്കെ എടുക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ അത്ലറ്റിക് സ്പോർട്സ് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഡെയിലി അതിനൊക്കെ ബേസ് ചെയ്തിട്ട് വാം ചെയ്തൊക്കെ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നല്ല രീതിക്ക് വിയർക്കും. അങ്ങനെയാണെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾ ഡെയിലി തല കുളിച്ചിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ സ്കാൽപ്പ് ഡേർട്ടി ആവും. അത് നമ്മുടെ ഹെയർ ഫോളിന് കാരണമാകും. ഇതല്ലാണ്ട് നിങ്ങൾ ഡെയിലി അത്ര വേർക്ക് വളരെ കുറവുള്ള ഒരാളാണ്, പിന്നെ അത് മാത്രമല്ല ഒരു AC റൂം ഫാനിന്റെ ഒക്കെ അടിയിൽ ഇരുന്നിട്ടുള്ള അങ്ങനത്തെ ഒരു ജോബാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ 3 ദിവസമോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലോ കുളിച്ചാൽ മതി. കാരണം നിങ്ങളുടെ സ്കാൽപ്പ് അങ്ങനെ ഡേർട്ടി ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ഡെയിലി കുളിക്കണം എന്ന് നിർബന്ധമില്ല. അതാണ് നമ്മൾ ഡെയിലി കുളിക്കണോ വേണ്ടയോ എന്നതിനുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ. ഡെയിലി കുളിച്ചാൽ മുടി കൊഴിയും എന്ന് പറയുന്നത് ശരിക്കും ഒരു മിത്തായി മാറിയിട്ടുണ്ട്. അത് ആക്ച്വലി വെള്ളത്തിനെ അപേക്ഷിച്ചിട്ടല്ല ഡെയിലി കുളിച്ചാൽ മുടി കൊഴിയും എന്ന് പറയുന്നത്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഡെയിലി കുളിക്കണോ ഡെയിലി കുളിക്കണ്ടേ എന്ന് തീരുമാനിക്കാൻ. ശരിക്കും ഡെയിലി കുളിക്കണോ വേണ്ടയോ എന്നതിന് ഒരു വൺ സൈസ് ഫിറ്റ് ഓൾ നിയമം ഇല്ല. ആക്ച്വലി കുളിക്കുന്ന സമയത്ത് വില്ലനായി വരുന്നത് നമ്മുടെ വെള്ളമല്ല, വാട്ടർ അല്ല അവിടുത്തെ വില്ലനായി വരുന്നത്. ശരിക്കും ഫ്രിക്ഷൻ ആണ് അവിടുത്തെ വില്ലൻ. അതാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡെയിലി കുളിക്കുന്ന സമയത്ത് അവിടുത്തെ നമ്മുടെ ഹെയറിന്റെ എനിമി ഫ്രിക്ഷൻ ആണ്, ഇറ്റ്സ് നോട്ട് വാട്ടർ. ബിക്കോസ് നമ്മൾ കുളിക്കുന്ന സമയത്ത് നല്ല രീതിക്ക് കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് തല ഒരച്ച് കഴുകും. മുടി ഡ്രൈ ആവുന്ന സമയത്ത് നമ്മൾ തോർത്തൊക്കെ യൂസ് ചെയ്ത് ടവൽസ് ഒക്കെ യൂസ് ചെയ്ത് നല്ല രീതിക്ക് നമ്മൾ നല്ലോണം ഒരയ്ക്കും. ആ സമയത്തൊക്കെയാണ് നമ്മളുടെ മുടി ദുർബലമാവുന്നത്. അതായത് നമ്മൾ മുടി നനയണ സമയത്ത് തലയോട്ടി നനയണ സമയത്ത് നമ്മുടെ മുടിയുടെ വേരുകൾ റൂട്ടിലുള്ള സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും. ആ സമയത്താണ് നമ്മൾ ഈ നനഞ്ഞ മുടി ചെയ്യുക അല്ലെങ്കിൽ നല്ല രീതിക്ക് ടവൽ എടുത്തിട്ട് നല്ല രീതിക്ക് ഒരച്ചിട്ട് നമ്മൾ ഡ്രൈ ആക്കാൻ വേണ്ടി നോക്കുക. ഈ സമയത്തൊക്കെ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂട്ടിലുള്ള മുടികളുടെ സ്ട്രെങ്ത് നനഞ്ഞിരിക്കുന്ന സമയത്ത് വളരെ കുറവാണ്. ആ സമയത്ത് അവരെ നമ്മൾ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞ് നമ്മളെ കയ്യിൽ വരും. അങ്ങനെയാണ് ശരിക്കും കുളിക്കണ ദിവസങ്ങളിൽ ഹെയർ കൊഴിയുന്നത്. അതല്ലാണ്ട് കുളിക്കുന്ന ദിവസം മാത്രം ഹെയർ കൊഴിയല്ല. അതുപോലെ തന്നെ ഇനി നിങ്ങൾ കുളിക്കണ സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇത് ഞാൻ എന്റെ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ 5 പൈസ ചെലവില്ലാണ്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇത് നമ്മുടെ ഹെയർ റുട്ടീൻ അല്ലെങ്കിൽ ഹെയർ ഹാബിറ്റ് ആക്കി മാറ്റണം. ഞാൻ അന്ന് നമ്മളുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് നിങ്ങളുടെ ഒരു ഹെയർ ഹാബിറ്റ് നിങ്ങൾ ബിഫോർ ബെഡിൽ നിങ്ങൾ കിടക്കുന്നതിന് മുൻപ് കീപ്പ് ചെയ്യേണ്ട ഹെയർ ഹാബിറ്റ് ആയിരുന്നു. ഇപ്പൊ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ഹെയർ വാഷ് ചെയ്യണ സമയത്ത് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് ഹാബിറ്റ്സ് ആണ്. അത് മസ്റ്റ് ആണ്. അത് നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യണം. ഇങ്ങനത്തെ ഹാബിറ്റ്സ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയറിന് ഒരു 14 to 21 ഡേയ്സിനുള്ളിൽ തന്നെ നല്ല രീതിക്ക് മാറ്റം വരും. നമ്മുടെ നമ്മൾ ഹെയറിന് വേണ്ടിയിട്ടാണെങ്കിലും സ്കിന്നിന് വേണ്ടിയിട്ടാണെങ്കിലും ഹെൽത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ചെയ്യണ സമയത്ത് അത് വിസിബിളി ചേഞ്ച് ആവണമെങ്കിൽ മിനിമം 21 ഡേയ്സ് എടുക്കും. ആ 21 ഡേയ്സ് നിങ്ങൾ കൺസിസ്റ്റന്റ് ആവണം. ആ 21 ഡേയ്സ് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ റിസൾട്ടെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ബാക്കി അങ്ങോട്ടേക്കുള്ള ലൈഫിലും ആ ഒരു ഹാബിറ്റ് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 21 ദിവസം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു. ആദ്യത്തേത്, നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പു അത് ഭയങ്കര മിനിമൽ ഷാമ്പു ആയിരിക്കണം. കുറെ ഷാമ്പു ഇട്ടിട്ട് തലയിൽ ഇങ്ങനെ പതപ്പിച്ച് വെച്ചിട്ട് നല്ല ഫ്രിസി ഹെയർ ആക്കി മാറ്റാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾ ഷാമ്പു യൂസ് ചെയ്യണ സമയത്ത് മഗ്ഗിൽ കുറച്ച് ഷാമ്പു എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് ഡൈല്യൂട്ട് ചെയ്യുക. ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള ഫോമാറ്റ് വേണം നിങ്ങൾ തലയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഷാമ്പുവിന്റെ ഒരു സ്ട്രോങ്നെസ് കുറച്ച് കുറയും. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഷാമ്പു വെച്ചിട്ട് നമ്മളെ ഹെയർ കംപ്ലീറ്റ് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം മിനിമൽ ഷാമ്പു, കുറച്ച് ഷാമ്പു എടുത്തിട്ട് നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുക, സ്കാൽപ്പ് തലയിലേക്ക് വൃത്തിയാക്കുക. ഒരുപാട് ഷാമ്പു എടുത്തിട്ട് അത്രയും കെമിക്കൽ നമ്മുടെ തലയിലേക്ക് നിങ്ങൾ അടിച്ചേൽപ്പിക്കരുത്. ആൻഡ് നെക്സ്റ്റ്, ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഡിസംബർ മാസമാണ്, അറിയാം, തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ടാണ് ഇത് ഞാൻ എസ്പെഷ്യലി എടുത്തു പറയുന്നത്. നിങ്ങൾ ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ നിങ്ങൾ ബോഡിയിൽ ചൂടുവെള്ളം അപ്ലൈ ചെയ്തിട്ട് അതേ ടെമ്പറേച്ചർ നിങ്ങൾ ഒരിക്കലും ഹെയർ വാഷിന് യൂസ് ചെയ്യരുത്. കാരണം നമ്മുടെ സ്കാൽപ്പ് വളരെ സോഫ്റ്റ് ആണ്. അതിലേക്ക് നിങ്ങൾ അതേ ഹോട്ട് വാട്ടർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ സ്കിന്നിന് പറ്റുന്ന അതേ ടെമ്പറേച്ചർ നിങ്ങൾ ഒരിക്കലും തലയിലേക്ക് വയ്ക്കരുത്. കാരണം നമ്മൾ നോക്കുന്ന സമയത്ത് എനിക്ക് കൈ പൊള്ളുന്നില്ല, ബോഡി പൊള്ളുന്നില്ല എന്നൊരു ഫീൽ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് വളരെ ലൈറ്റ് ആയിട്ടുള്ള വെള്ളം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. മാക്സിമം ചൂടുവെള്ളം തലയിലേക്ക് അപ്ലൈ ചെയ്യാതിരിക്കുക. ഇതിന് എടുത്തു പറയുന്നത് ഡിസംബർ മാസമാണ്. നമ്മൾ കുളിക്കുന്ന സമയത്ത് ചൂടുവെള്ളത്തിലേക്ക് കുളിക്കുന്ന ആൾക്കാരുണ്ടാവും. അവര് ഇത് ഈ ഒരു തെറ്റ് ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ ഇത് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത്, കുളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ചീപ്പ് എടുത്തിട്ട് കോമ്പ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് തല ഈരാൻ വേണ്ടി നോക്കരുത്.
കാരണം ഞാൻ നേരത്തെ പറഞ്ഞ റീസൺ ആണ് ഇതിന് പ്രത്യേകിച്ചുള്ള കാരണം എന്ന് പറയുന്നത്. നമ്മള് തലയില് സ്കാൽപ്പില് വെള്ളം ഉണ്ട് എങ്കിൽ നമ്മുടെ ഹെയറിന്റെ റൂട്ട് വളരെ വീക്ക് ആയിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് കയറിയിട്ട് നമ്മള് അതിനെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ പറഞ്ഞ് കയ്യിലേക്ക് വരും. അപ്പൊ നിങ്ങൾ കയ്യിൽ ഒരു യൂഷ്വലി കാണുന്ന ഹെയറിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ കോമ്പിലോ കയ്യിലോ ഉണ്ടോ, അപ്പൊ നിങ്ങൾ ഹെയർ ഫോൾ ആയി വിചാരിക്കും. ആക്ച്വലി ശരിക്കും അതല്ല, നിങ്ങൾ പറിച്ചെടുത്തതാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. അതാണ് അവിടെ ശരിക്കും സംഭവിക്കുന്നത്. ലാസ്റ്റ് ബട്ട് ലീസ്റ്റ്, ഇതാണ് ശരിക്കും ഇമ്പോർട്ടന്റ്. എനിക്കറിയാം ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരും, ഒരുപാട് ആൾക്കാർ ഈ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്തിരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. ഞാനിപ്പം മാക്സിമം എന്നല്ല, ഞാൻ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത എന്റെ റുട്ടീനുകളിൽ ഒന്നിതാണ്. എന്താണെന്നറിയോ? ഷവർ ബാത്ത് ഞാൻ ഒഴിവാക്കി. ഷവർ ബാത്തിൽ നമുക്ക് ഇത്രത്തോളം പ്രോബ്ലം, പണ്ടുള്ള ആൾക്കാര് ഈ ഷവർ ഒന്നും ഉണ്ടാവാത്ത സമയത്ത് അവർക്കൊന്നും ഇത്രയും ഹെയർ ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇത്രയും ഹെയർ ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ കുളിക്കുന്ന രീതിയിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഇല്ലേ? ആ മിസ്റ്റേക്കിൽ ഫസ്റ്റ് റീസൺ ആണ് നമ്മൾ ഷവർ ബാത്ത് ചെയ്യുന്നത്. കാരണം ഷവറിൽ നിന്ന് ഭയങ്കര ഹൈ പ്രഷർ ആയിട്ടാണ് വെള്ളം വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കേൽപ്പ് അത് ഭയങ്കര ദുർബലാക്കും. അതിന്റെ ഫോളിക്കിൾസ് ഒക്കെ ഭയങ്കര വീക്ക് ആയി പോകും. അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് ഷവർ ബാത്ത് ചെയ്യുന്നതിന് പകരം മഗ്ഗിലോ അല്ലെങ്കിൽ ബക്കറ്റോ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹെയർ കഴുകാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. ഓക്കെ, അത് നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു ടിപ്പാണ്. കാരണം ഷവർ ബാത്ത് നിങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കിക്കോ. നിങ്ങളുടെ ഹെയർ ഫാളിന് ഒരു വലിയ ഘടകം ആ ഷവർ ബാത്ത് ആണ്. ഇപ്പൊ ഞാൻ മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ₹1 പോലും മുടക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ നിങ്ങൾ ഇത് എന്തായാലും ഫോളോ ചെയ്ത് നോക്കുക. ഇത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയറിന് നല്ല മാറ്റം ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾ ഇങ്ങനത്തെ മിസ്റ്റേക്സ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ തലയിലേക്ക് ആന്റി ഹെയർ ഫോൾ ഷാമ്പു, ആന്റി ഡാൻഡ്രഫ് ഷാമ്പു അല്ലെങ്കിൽ നിങ്ങൾ സിറം എന്തൊക്കെ നിങ്ങൾ തലയിലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിലോ അതൊക്കെ നിങ്ങൾ തലയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് അത് വർക്ക്ഔട്ട് ആവണമെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ കുറച്ച് ശീലങ്ങൾ മാറ്റി വെക്കേണ്ടതുണ്ട്. ഇത് ആക്ച്വലി നിങ്ങൾക്ക് തെറ്റാന്ന് അറിയുന്നുണ്ടാവില്ല, എനിക്ക് തെറ്റാന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് ഞാൻ ഓൾറെഡി എന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ മുടി ബൊട്ടോക്സ് ചെയ്ത സമയത്താണ് എനിക്ക് ഹെയർ വളരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ പിന്നാലെ അലഞ്ഞ് മുടി വളർത്തിയെടുത്ത ഒരാളാണ് ഞാൻ. എന്റെ പണ്ടത്തെ ഒരു നാച്ചുറൽ ഹെയർ വരണം എന്ന വാശി കൊണ്ട് എനിക്ക് ഇപ്പം ഞാനത് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ കീപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് ഒഴിവാക്കിയതും ശ്രദ്ധിക്കുന്നതുമായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം ഒന്ന് ഫോളോ ചെയ്ത് നോക്കട്ടോ. വേറെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, എല്ലാവർക്കും ഹെയർ ഫോൾ ഉണ്ട്. അതായത് ഡെയിലി ഒരു 50 to 100 ഹെയർ എല്ലാവരും മിക്ക ആൾക്കാരും കൊഴിയും. അത് നാച്ചുറൽ ആണ് ആക്ച്വലി. അതിൽ കൂടുതൽ കാണുന്ന സമയത്താണ് നമുക്ക് നാച്ചുറൽ അല്ലാണ്ടായി മാറുന്നത്. എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഹെയർ എണ്ണി നോക്കിയിട്ട് ഒരു 50 to 100 എന്ന് പറഞ്ഞില്ല. ഡെയിലി കുറച്ച് എമൗണ്ട് ഓഫ് ഹെയർ കൊഴിയുന്ന ആൾക്കാരാണെങ്കിൽ അവർ നിങ്ങൾ പാനിക് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതിൽ സ്ട്രെസ് ആയിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് കാരണം നിങ്ങളെ ഹെയർ കൂടുതലായിട്ട് കൊഴിയും. നിങ്ങൾ അത് അറിയാം എത്രയാണ് ഈ 50 to 100 ഹെയർ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾ അത്രയും കൊഴിയുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ ഭയങ്കര ലക്കി ആയിട്ടുള്ള ആൾക്കാരാണ്. അതിൽ കൂടുതൽ കൊഴിയാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ആന്റി ഹെയർ ഫോളിനൊക്കെ ബേസ് ചെയ്തിട്ട് ഹെയറിന്റെ ഗ്രോത്തിനും ഹെയർ സ്ട്രെങ്ത്തിനും വേണ്ടിയിട്ടുള്ള ഫുഡ് ഐറ്റംസിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത് പോയി കാണാം. എന്നിട്ട് നിങ്ങൾ അതൊന്ന് നിങ്ങളുടെ ലൈഫ് ഹാബിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ആക്ച്വലി ഞാനൊരു ഹെയർ സ്പെഷ്യലിസ്റ്റ് അല്ല, പക്ഷേ അനുഭവം ഗുരു എന്ന് പറയുമല്ലോ, അതുപോലെ തന്നെ എന്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസിലൂടെ ഞാൻ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അതും ഒരു കൊളാബറേഷനും അല്ല, നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി കോസ്റ്റ് ഫ്രീ ആയിട്ടുള്ള കുറെ ടിപ്സ് ആൻഡ് പിന്നെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഹാർംഫുൾ ആവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ചെറുതായിട്ട് മാറ്റം വരുത്താൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറെ കൺസേൺസ് പറയുന്ന ഹെയർ റിലേറ്റ് ചെയ്തിട്ടോ സ്കിൻ റിലേറ്റ് ചെയ്തിട്ടൊക്കെ എന്തെങ്കിലും കൺസേൺസ് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ മാക്സിമം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കുക. പിന്നെ ഞാൻ ഈ പറഞ്ഞതിലോ എന്റെ ബാക്കോട്ടേക്കുള്ള ഏതെങ്കിലും വീഡിയോകളിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ട്, എന്തെങ്കിലും ക്ലാരിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യുക. എന്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെക്കാം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.